നമസ്കാരം, അച്ചായൻസ് മീഡിയയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പത്തനാപുരത്ത് നിന്ന് കോന്നിയിലേക്ക് പോകുന്ന സമയത്ത് ഒരു ബോർഡ് കണ്ട്, കർഷക കഫേ. അത് ഇവിടെ എഴുതിയേക്കുന്ന എല്ലാം നമ്മുടെ നാടൻ വിഭവങ്ങളാണ്. കഞ്ഞി മുതലെല്ലാം ഉണ്ട്. പനയിലെ അപ്പം, അങ്ങനെ നമ്മൾ പണ്ട് കഴിച്ചിട്ടുള്ള പല ആഹാരങ്ങളും, അതേപോലെ പുഴുക്ക്, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി സംഭവങ്ങളുണ്ട്. അന്നേരം ഇതാണ് നമ്മുടെ കട. ഇതിൻ്റെ ഡീറ്റെയിലും ഇതിൻ്റെ ലൊക്കേഷനും നമുക്ക് കറക്റ്റ് അറിയാം. അതേപോലെ നമുക്കത് കഴിച്ച് നോക്കാം. രാവിലെ ചെറിയ വിശപ്പുണ്ട്. വാ, കമോൺ. ചേച്ചി നമസ്കാരം. നമസ്കാരം ചേച്ചി, ഈ കട കറക്റ്റ് സ്ഥിതി ചെയ്യുന്ന എവിടെ? കൊല്ലമ്പടിന്ന് കുറച്ച് മുന്നോട്ട് വരണം. മലമ്പ്ലാന്തളം ജംഗ്ഷൻ ഇറങ്ങി ഇച്ചിരി ഇങ്ങോട്ട്. ഇതിന്റെ രണ്ടിനും കൂടെ ഇടഭാഗം. ഇത് ഞങ്ങളെപ്പോലുള്ള ദൂരെ നിന്ന് വരുന്നവർക്ക് ഈ സ്ഥലങ്ങൾ പറഞ്ഞാൽ അറിഞ്ഞുകൂടാ. അത് കറക്റ്റ് ആയിട്ടൊന്ന് പറഞ്ഞാൽ കോന്നിന്ന് പത്തനാപുരം പോകുന്ന റൂട്ട്. നല്ല പത്തനാപുരം പൊന്നൂര്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ പത്തനംതിട്ട മൂവാറ്റുപുഴ റൂട്ട്. അതിനിടയ്ക്കുള്ള കൊല്ലമ്പടി. കൊല്ലമ്പടി എന്ന ഈ സ്ഥലത്തിന്റെ പേര്. ഈ സംരംഭം ഇത് എന്തതിന്റെ അണ്ടറിൽ വരുന്നേ? കൃഷിഭവന്റെ ഒരു 9 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായിട്ട്. പഞ്ചായത്തോ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ സഹായം എല്ലാം ഉണ്ട്. എത്ര പേരാ? 9 പേര്. 9 വനിതകളാണോ? അല്ല, പുരുഷന്മാരും ഉണ്ട്. പുരുഷന്മാരുണ്ട്. 9 പേരിനകത്ത് എത്ര വനിതകളുണ്ട്? 9 പേരിനകത്ത് 5 വനിതകൾ. എന്തൊക്കെയാണ് ഇവിടുത്തെ വിഭവങ്ങൾ? രാവിലെ ഇലയപ്പം, വയണയിലയപ്പം, പിന്നെ പുഴുക്ക്, കഞ്ഞി, അച്ചാറുകള്, സമ്മന്തി, പലതരത്തിലുള്ള സമ്മന്തി. ആഹാരത്തിനുള്ള പ്രത്യേകത എന്തോ? ചക്ക ഉണ്ട്. ചക്ക പുഴുക്കും ചക്ക വേവിച്ചതും, ചക്ക പഴം അത് ശരിയാക്കി വെച്ചിരുന്ന അത് ചേർത്തുള്ള ആണ് വയണയിലയപ്പം ഉണ്ടാക്കുന്നത്, ഇലയപ്പം ഉണ്ടാക്കുന്നതും ഒക്കെ. പിന്നെ ഇത് ശേഖരിക്കുന്ന കർഷകരിൽ നിന്ന് തന്നെയാണ് കൂടുതലും. അല്ലല്ല, തമിഴ്നാട്ടിലെ ഒരു സാധനം ഞങ്ങൾ ഇതുവരെ എടുത്തിട്ടില്ല, എടുക്കുന്നില്ല. ഞങ്ങളുടെ കർഷകർ തന്നെ കൃഷി ചെയ്യുന്നതുകൊണ്ട് അത് അതിനൊരു വിപണി കണ്ടെത്തണം എന്നുള്ള ഒരു നിർദ്ദേശത്തിന്റെ ഓർത്താണ് കൃഷിഭവന്റെ നേതൃത്വത്തില് കർഷകർക്ക് എല്ലാ വർഷവും പിന്നെ നമ്മള് ഇടവിള കൃഷി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൊടുക്കും. അപ്പൊ ഇതെല്ലാം ആദായം എടുക്കുന്ന കാലയളവില് നമുക്കിത് വിറ്റഴിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം കൃഷി ഓഫീസർ പറയും ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞ ഒരു വിപണി നമുക്ക് അത്യാവശ്യമാണ്. ഞങ്ങൾ പകയാറ് വിപണിയിലാണ് സാധനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിനു മുമ്പ് വരെ. അപ്പൊ നമുക്ക് ഒരു സ്ഥാപനം വേണമല്ലോ എന്നൊരു ആവശ്യം പറഞ്ഞു. അപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ്, മെമ്പർമാരും എല്ലാവരും അതിന് നല്ല സപ്പോർട്ടായിരുന്നു. ഏറ്റവും കൂടുതൽ സാധനങ്ങൾ നമ്മൾ എടുക്കുന്ന ഈ പഞ്ചായത്തിലെ കർഷകരിൽ നിന്ന് തന്നെ. അതെ, അന്നേരം ഈ പഞ്ചായത്തിന്റെ പേരെന്തോ? അരുവാപ്പുലം പഞ്ചായത്ത്. അരുവാപ്പുലം പഞ്ചായത്ത്. അന്നേരം ആ കർഷകരുടെ സംഘടനയാണിത് സാധനങ്ങളെല്ലാം എത്തിക്കുന്നത് അല്ലേ? വളരെ സന്തോഷമാണ്. നല്ല ഫുഡ്, അതേപോലെ ജൈവ വളങ്ങൾ ഇട്ടുണ്ടാക്കുന്ന കർഷക, അതായത് നമ്മൾ കാച്ചില്, ചേന, ചേമ്പ്, ഇതല്ല അല്ലയോ? ഇതേപോലെ എല്ലാ ഐറ്റങ്ങളും ഇവിടെ കിട്ടും. നല്ല ആഹാരം കഴിക്കണമെങ്കിൽ, ഹെൽത്തി ആയിട്ടുള്ള ആഹാരം കഴിക്കണമെങ്കിൽ നേരെ ഈ കടയിലോട്ട് പോലും. എന്തോ ചമ്മന്തി എപ്പോ എടുക്കുന്നേ? കാന്താരി തൈര്. ഇതെന്താ ഇതിന്റെ കൂടെ ഉള്ളത്? പുഴുക്കിന്റെ കൂടെ ഉള്ളതാ? പുഴുക്കിന്റെ കൂടെ എന്തൊക്കെയുണ്ട്? മുളക് സമ്മന്തി ഉണ്ട്, ഇഞ്ചി വെച്ച അരച്ച ചമ്മന്തി ഉണ്ട്, കാന്താരി സമ്മന്തി ഉണ്ട്, പിന്നെ ഉണക്കമീൻ വേണ്ടുന്നവർക്ക് കൊടുക്കും. അത് സ്പെഷ്യൽ ആണോ? സ്പെഷ്യൽ. എവിടെ സ്ഥലം? എന്റെ ഈ പഞ്ചായത്തിൽ തന്നെയാണ്, അരുവാപ്പുലം, അഗ്രക്കാലപ്പടി. ഞാൻ ഇത് അറിഞ്ഞുകൊണ്ട് മാത്രം രാവിലെ ഇന്ന് വന്നതാണ്. ഫേസ്ബുക്കിലൂടെയും ചാനലിലൂടെ ഒക്കെ അറിഞ്ഞു. അപ്പൊ എന്റെ പഞ്ചായത്തിലുള്ള ഈ സംരംഭം എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി രാവിലെ എത്തിയതാ. പുഴുക്കാണ് ഓർഡർ ചെയ്തത്. ഗംഭീരമായിരിക്കുന്നു, കൂടുതലൊന്നും പറയാനില്ല. കൂട്ടുകറികള് 3 തരത്തിലുള്ള ചമ്മന്തിയാണ്. തൈരും പച്ചമുളക് കാന്താരിയും കൂടെ ചേർന്നുള്ള ചമ്മന്തി, മുളക് ചമ്മന്തി, പിന്നെ ഇഞ്ചി. ഇത് 3. അതിന്റെ കൂടെ അസാധ്യമായ രുചിയോടുകൂടി മേമ്പൊടിക്ക് ഡ്രൈ ഫിഷ്, ഉണക്കമീനും ഉണ്ട്. ഇത്ര ഐറ്റം കൂടെ എത്ര രൂപ? ഇത്ര ഐറ്റം കൂടെ ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള ചാർജാണ് ഈടാക്കുന്നത്. വെറും 60 രൂപ. വെറും 60 രൂപ. എന്റെ പേര് സുബിൻ തരിയൻ, ആനിക്കാട്ടം. ആഹാരത്തിനെ പറ്റി ഞാൻ ആദ്യമേ പറഞ്ഞു, അതിഗംഭീരം. ആർക്കും ഏറ്റവും റീസണബിൾ റേറ്റില് ഏറ്റവും വൃത്തികരമായ സാഹചര്യം, ഹൈജീനിക്കാണ്. പിന്നെ ജീവനക്കാരുടെ ഇടപെടലും സൂപ്പർ. ഞാൻ ഇതുവഴി വന്നപ്പോ ഇവിടെ നമ്മുടെ നാടൻ പിന്നെ പുഴുക്ക്, കപ്പ, ചേന, ചേമ്പ്, കാച്ചില് എന്നിവ, ഏത്തയ്ക്ക എല്ലാം കൂടി ഇട്ട് പുഴുക്കുണ്ടാക്കുന്നു. ഇവിടെ ഒന്ന് കഴിക്കാമെന്ന് കരുതി. സൂപ്പർ. അതെ, അതിനോടൊപ്പം ഇഞ്ചി ചമ്മന്തി, മുളക് ചമ്മന്തി,
സ്പെഷ്യലായിട്ട് ഉണക്കമീൻ വറുത്തത്, അതിനോടൊപ്പം തന്നെ ചുക്ക് കാപ്പി, അസാധ്യം തന്നെ, ഒരു രക്ഷയില്ല, സൂപ്പർ. എല്ലാവരും വന്ന് കഴിക്കുക എന്നുള്ളത്. ഞങ്ങൾ ഈ സംഭവം അറിഞ്ഞു വന്നതാണ്. ഞങ്ങൾ ഈ TV-ക്കകത്തിൽ കൂടെ 24-നകത്തിൽ കൂടെ കാണിച്ചായിരുന്നല്ലോ. അപ്പം പിന്നെ അപ്പോൾ ഒരാഗ്രഹം ഇന്ന് റെസ്റ്റുള്ള ദിവസമായിരുന്നു. അപ്പൊ ഇന്ന് ഇവിടെ നിന്ന് വന്നേച്ച് പോകാന്ന് തന്നെ വിചാരിച്ചു. അറിഞ്ഞ് കേട്ട് വന്നു. എവിടാ സ്ഥലം? എവിടാ? ഞങ്ങളുടെ വീട് വള്ളിക്കോട. ഇവിടെ തന്നെയാണോ? ഇവിടുന്ന് പത്തണ്ട. മാത്രല്ല പഠിക്കുന്നേ? മോനെ രണ്ടില്ലേ? ഓക്കെ. ഇതെന്തൊക്കെയാ? ചക്ക, അച്ചാറ്, പപ്പടം, ഇഞ്ചിക്കറി. ഇഞ്ചിക്കറി. അടുത്തെന്തോ? ഇതെല്ലാം ചമ്മന്തികളാണ്. ഇതെന്തോ ചമ്മന്തിയാ? അത് കറിവേപ്പിലയും ചില്ലീസും. ഏതാ? ഇവിടെ തന്നെ കൃഷി ചെയ്ത മുളകിന്റെയാണ്. നമ്മള് കഞ്ഞി കുടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഏതാണ്ട് സ്വല്പവും കൂടെ ഉള്ളൂ. അടിപൊളി കഞ്ഞിയായിരുന്നു. അതെന്ന് പറഞ്ഞാൽ നാടൻ അരി, നമ്മൾ പണ്ട് കാലങ്ങളിൽ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ. ഇത് നമ്മളിപ്പം പറയും ചുമന്ന അരി എന്നൊക്കെ, നെല്ല് കുത്തിയ അരിയാണത്. പിന്നെ ഉണക്കമീന്, ചക്ക, അച്ചാറ്, ഒരു 2-3 സൈസ് ചമ്മന്തികളുണ്ട്. ഇതൊക്കെ എന്തോന്ന് എനിക്ക് പറഞ്ഞൂടെ കേട്ടോ. അവർ പറഞ്ഞായിരുന്നു. ഇതെന്താ വെച്ച് ഇത് എന്തൊക്കെയത്? കാന്താരി തൈരൊഴിച്ച ചമ്മന്തി. ഇതോ? ഇഞ്ചി അരച്ച ചമ്മന്തി. ഇതോ? ഇത്ര സംഭവമുണ്ട്. സംഗതി അടിപൊളി. ഒരു നേരത്തെ കാര്യം ഓക്കെ. എങ്ങനെ ഇറങ്ങി വരിക? പിന്നെ പത്രത്തിൽ വായിച്ചായിരുന്നു, മാതൃഭൂമി പത്രത്തിലുണ്ടായിരുന്നു. ഇന്ന് ഇവിടുത്തെ ആഹാരം കഴിക്കാന്ന് തീരുമാനിച്ചു. ഓക്കെ. മെനക്കെട്ട് ഇറങ്ങിയേക്കുക. എന്തായാലും ഞാൻ കഴിച്ചു നോക്കി, വളരെ നല്ലതായിരുന്നു. ഓക്കെ. നാടൻ വിഭവങ്ങൾ കിട്ടണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരുന്നതായിരിക്കും നല്ലത്. ഓക്കെ, താങ്ക് യു. ചേച്ചി, ഇതെന്തോ ഈ സാധനം പടി? ഇത് ചക്കയിളക്കുന്ന തുടുപ്പ്. തുടുപ്പാ ഇല്ലേ? ഇപ്പോഴത്തെ നമ്മുടെ തലമുറ കാണാത്തത് കൊണ്ട് ഞാൻ ചോദിച്ചെന്നുള്ളതേ ഉള്ളു. ചക്ക ഇളക്കുന്ന തുടുപ്പ് ഇവിടെ ചക്ക ഇളകിക്കൊണ്ടിരുന്നതാണ്. കഴുകി അങ്ങോട്ട് വെച്ചതേ ഉള്ളൂ. ഇതാണ് നമ്മുടെ തുടുപ്പ്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇതെന്തുവെന്ന് വെച്ച് കഴിഞ്ഞാൽ വടി എന്ന് പറയും. വടി, മനസ്സിലായോ? ഇതൊക്കെ വെച്ച് നല്ല നാടൻ സ്റ്റൈലിൽ, അത് പണ്ട് നമ്മുടെ അമ്മച്ചിമാരും വല്യമ്മച്ചിമാരും ഒക്കെ എങ്ങനെയായിരുന്നു പാചകം ചെയ്യുന്നത് അതേപോലെ അതേ ടേസ്റ്റിൽ ചെയ്യുന്ന ഒരു സ്ഥാപനമാണിത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ